മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാത്തമാറ്റിക്സ് കഴിഞ്ഞ 1-2 വീഡിയോകളിലായി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡ് ലെവലുള്ള ചോദ്യങ്ങളാണ് അവ. അതുപോലുള്ള ഒരു ചോദ്യമാണ് ഇന്നും നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഈ ചോദ്യത്തിലെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ചെയ്ത് കണ്ടുപിടിക്കുക. ആലോചിച്ച് നിങ്ങളുടെ അറിവ് കൂടുതൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ മാത്സുകൾ നൽകുന്നത്. സമയം കളയാതെ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നറിയോ? റേഡിയസ് 1 സെന്റിമീറ്റർ. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നുണ്ട്. റേഡിയസ് 1 സെന്റിമീറ്റർ ആയിട്ടുള്ള 3 സർക്കിളുകൾ പരസ്പരം ഓരോ സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഭാഗം, ഈ ഭാഗം, ഇതിന്റെ ഏരിയ എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ. 3 സർക്കിളുകൾ ഒന്നിച്ചിട്ട് 3 വള ബാംഗിൾസ് വിചാരിച്ചാൽ മതി. അതിങ്ങനെ വെക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഏരിയ എത്ര, അതിന്റെ അളവ് എത്ര എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. ഓക്കെ, നമുക്ക് ആകെ തന്നിരിക്കുന്ന കാര്യം എന്താ? 3 സർക്കിളുകളും ഒരേപോലെയുള്ളതാണ്. 3ന്റെയും റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ചോദ്യം. നിങ്ങൾക്ക് ശ്രമിക്കാം, വീഡിയോ പോസ് ചെയ്യാം, നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും, ഇത് റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്, അപ്പോൾ ഇതിന്റെയും റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്, ഇതിന്റെയും റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും എങ്ങനെ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കഴിയുമെന്ന്. നിങ്ങൾ ആലോചിക്കുക, 3 സർക്കിളുകളും പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. ദാ ഈ 2 സർക്കിൾ ഇവിടെ ടച്ച് ചെയ്യുന്നു, ഈ 2 സർക്കിൾ ഇവിടെ, ഈ 2 സർക്കിള് വൃത്തങ്ങള് ഇവിടെയും മുട്ടുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നോക്കൂ, ഇതാ ഇത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം അത് മായ്ക്കുകയാണ്. ഇതാ ഇതിനൊരു സെന്റർ ഉണ്ട്, ഇതിന്റെ സെന്റർ, ഇതിന്റെ സെന്റർ, ഇത് തമ്മിൽ ദാ ഇവിടുന്ന് ഇവിടത്തേക്ക് നോക്കിക്കോളൂ. ദാ ഇവിടുന്ന് ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക് ജോയിൻ ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്കും ജോയിൻ ചെയ്യുക. അതായത് 2 സർക്കിളുകളും ടച്ച് ചെയ്യുന്ന പോയിന്റിലൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ ഡിസ്റ്റൻസ്. ഇത് റേഡിയസ് 1 ആണ്, ഇതിന്റെ റേഡിയസ് 1 ആണ്, ഇതിന്റെ റേഡിയസ് 1, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആണ്, ഒരു ത്രികോണാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. അതിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് നോക്കിയാൽ 1 + 1 ഇത് 2 ഉണ്ടാവും, ഇത് 1 + 1 2 ഉണ്ട്, ഇത് 1 + 1 2 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ റേഡിയസ് ആയതുകൊണ്ട് 2 സെന്റിമീറ്റർ ഉള്ള സൈഡായിട്ടുള്ള വശമായിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ട്രയാങ്കിളിന്റെ ഓൾ സൈഡ്സ് ഈക്വൽ, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണത്തിനെയാണ് നമ്മൾ പറയുക സമഭുജ ത്രികോണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയുക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയതിന്റെ എല്ലാം 1 1 2 എല്ലാ സൈഡും 2 സെന്റിമീറ്റർ ആയിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യം, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ 3 വൈറ്റ് പീസ്, ഈ ഒരു പീസ് കണ്ടില്ലേ, ഈ ഒരു ഐസ്ക്രീം പോലെയുള്ള ഈ 3 പീസുകളുടെ ഏരിയ കണ്ടിട്ട് അത് സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾക്ക് ഇതിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏതിന്റെ ഏരിയ കണ്ടുപിടിക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമുക്ക് നോക്കൂ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, ഓക്കെ, എന്ന് പറയുന്നത് അതിന്റെ 3 സൈഡും ഈക്വൽ ആണ്. അതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, √3/4 a² അല്ലെങ്കിൽ √3a² / 4. a എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സൈഡാണ്, ത്രികോണത്തിന്റെ വശമാണ് a. എന്ന് പറഞ്ഞാൽ സൈഡ് മലയാളത്തിൽ എഴുതിയാല് വശമാണ് a വരിക. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഒരു വശത്തിന്റെ നീളം എത്ര കിട്ടിയിട്ടുണ്ട്? a എന്ന് പറയുന്നത് എത്ര കിട്ടും? 1 + 1 നമുക്ക് കിട്ടും. 1 + 1 = 2 സെന്റിമീറ്റർ നമ്മൾക്ക് a ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഫോർമുലയിൽ എക്ക് പകരം എത്ര കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾക്ക് കിട്ടുന്നത്
3/4 ഇൻറ്റു എ ഈക്വൽ ടു 1 + 1 2 ആണ്. അപ്പൊ 2 സ്ക്വയർ, എ സ്ക്വയർ മീൻസ് 2 സ്ക്വയർ. അപ്പൊ നമ്മൾക്ക് അതിനെ ഞാൻ താഴ്ത്തി എഴുതുക. അപ്പൊ നമുക്ക് കിട്ടും √3/4 ഇൻറ്റു 2 സ്ക്വയർ നമ്മൾക്കറിയാം 4 അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4ഉം ഈ 4ഉം അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താല് 4√3/4 4√3/4 4√3/4 എന്ന് കിട്ടും. 4ഉം 4ഉം കട്ട് ചെയ്താല് നമുക്ക് ആൻസർ നമുക്ക് √3 എന്ന് കിട്ടും. വേണമെങ്കിൽ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആൻസർ √3 എന്ന് എഴുതാം. ഈ √3 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ഐസ്ക്രീം പോലെയുള്ളതാ ഈ ഷേപ്പിലുള്ള, നോക്കൂ, ഈ ഷേപ്പിലുള്ള മൂന്നെണ്ണം ഒരേപോലെയാണ്. അപ്പൊ ഒന്നിന്റെ ഏരിയ കിട്ടിയാല് നമുക്ക് എന്ത് ചെയ്യാം? 3എണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അവിടെ നോക്കൂ, ഈ 3 സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിള് സമഭുജ ത്രികോണാകുമ്പോൾ അതിന്റെ ഒരാംഗിള് 60 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഓൾ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾ ആയിരിക്കും. എല്ലാം എന്തായിരിക്കും? ഈക്വൽ. അപ്പൊ തുല്യ കോണുകളായിരിക്കും എല്ലാം ഉണ്ടാവുക. അപ്പൊ ഒരു ത്രികോണത്തിന് 3 കോണുകളാണ് ഉള്ളത്. 3ഉം തുല്യ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഓരോരോ ആംഗിൾ എത്ര കിട്ടും? ഈച്ച് ആംഗിള് എത്ര കിട്ടും? ഈച്ച് ആംഗിൾ, ഓരോ ആംഗിളും നമുക്ക് കിട്ടും 60 ഡിഗ്രി. കാരണം എന്താ? ഇതും 60 60 60 60 60 60 180 കിട്ടും. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. ഒരു ത്രികോണത്തിന്റെ ഉള്ളിലുള്ള കോണുകളുടെ തുക നമുക്ക് എത്രയാണെന്നറിയാം? 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ 3എണ്ണം തുല്യ ആയതുകൊണ്ട് ഓരോന്നും എത്ര വരും? 60 ഡിഗ്രി വരും. ശ്രദ്ധിക്ക്. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി 60 ഡിഗ്രി. ഇതും 60 ആണ്, ഇതും 60 ആണ്. ഓക്കെ, ഇത്ര കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താണ് വേണ്ടത് നോക്കൂ. ഈ ഒരു സർക്കിളിനെ മാത്രം എടുക്കുക. അതായത് ഇങ്ങനെയുള്ള ഈ ഒരു സർക്കിളിനെ മാത്രം എടുക്കുക. അതിന്റെ റേഡിയസ് നമുക്കറിയാം 1 സെന്റിമീറ്റർ ആണ്. റേഡിയസ് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഏരിയ എത്ര കിട്ടും? ഈ ട്രയാങ്കിളിന്റെ, ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞ പരപ്പളവ്. ഓക്കെ, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നുണ്ട്. അതിന്റെ ഫോർമുല ഞാൻ മുൻപിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയാണ്. സർക്കിൾ ആയതുകൊണ്ട്, വൃത്തമായതുകൊണ്ട് അതിന്റെ ഏരിയ πr² ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. റേഡിയസിന് മലയാളത്തിൽ പറയാ ആരം. ആർ എന്ന് പറഞ്ഞാല് ആരം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ റേഡിയസ് എത്രയാണ്? 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടും? π ഇൻറ്റു ആറിന് പകരം 1² ഈക്വൽ ടു π ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു π ഈക്വൽ ടു π. നമുക്ക് എത്ര കിട്ടി? π സ്ക്വയർ സെന്റിമീറ്റർ ആയതുകൊണ്ട് സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്ന അളവ് കിട്ടി. ഇത് ഏതിന്റെ ഏരിയ ആണ്? ഒരു സർക്കിളിന്റെ. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര കിട്ടും? 1π കിട്ടും. ഇതിന്റെയും സർക്കിളിന്റെ ഏരിയ 1π, ഇതിന്റെയും 1π കിട്ടും. പക്ഷെ നമുക്ക് സർക്കിളിന്റെ ഫുൾ ഏരിയ നമ്മൾക്ക് വേണ്ട. നമ്മൾക്ക് വേണ്ടത് ഈ ഒരു പീസിൻ്റെതാണ്. ഇങ്ങനെയുള്ള ഒരു പീസ്. ശ്രദ്ധിക്കുക കുട്ടികളെ. അപ്പൊ 360 ഡിഗ്രിയുള്ള സർക്കിളിന്റെ ഏരിയയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? ഒരു π എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടെ സർക്കിളിന് എത്ര പോർഷനേ ഉള്ളൂ, എത്ര ഭാഗേ ഉള്ളൂ നോക്കിയാൽ 60 ഡിഗ്രി, 60 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അപ്പൊ 360 ഡിഗ്രി ഉണ്ടെങ്കിൽ എത്ര അതിന്റെ ഏരിയ വന്നു? നമുക്ക് കിട്ടി π എന്ന് കിട്ടി. അപ്പൊ 60 ഡിഗ്രി ആകുമ്പോൾ 60 ഡിഗ്രിയുള്ള പാർട്ടിന് എത്ര കിട്ടും? 360ന്റെ 1/6 അല്ലേ ഇത്? 360ന്റെ 6 ഭാഗം. അപ്പൊ ഈ പൈയുടെ 6 ഭാഗം, അതായത് π/6 വരും. ഏതിന്റെ ഏരിയ? ഈ 60 ഡിഗ്രി ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഐസ്ക്രീം, ഇത് 60 ഡിഗ്രി ഉള്ള ഐസ്ക്രീമിനെ പോലെയുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കിളിന് നമ്മൾ 60 ഡിഗ്രി ഉള്ള നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റിയ ഒന്നിങ്ങനെ, ഒന്ന് 60 ഡിഗ്രി ഇങ്ങനെ, ഒരു 60 ഡിഗ്രി ഇങ്ങനെ, ഒരു 60 ഡിഗ്രി ഇങ്ങനെ, 1 2 3 എണ്ണായി. ഇതേമാതിരി നമ്മൾ താഴോട്ടും ഇതേമാതിരി
നമ്മൾ വരക്കുമ്പം എത്രയായി മാറി? 1 2 3 4 5 6 ടോട്ടൽ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അപ്പോൾ അതിൽ ഒരു ഭാഗം എത്ര ഡിഗ്രി ഉണ്ടാവുക? 60 ഡിഗ്രി ഉണ്ടാവുക. 360 ഡിഗ്രി ആയ സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് കിട്ടിയത് പൈ. അപ്പൊ അതിന്റെ 6ൽ ഒരു ഭാഗമല്ലേ ഇത്? 6ൽ ഒരു ഭാഗം. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി? π/6 എന്ന് കിട്ടും. അതായത് 60/360 ഈക്വൽ ടു 1/6 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയയുടെയും 1/6 പൈയുടെ 1/6 നമുക്ക് എത്ര കിട്ടി? π/6 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ മറ്റൊരു വഴി, ടോട്ടൽ ഏരിയ പൈ ആണ്. ആ പൈയുടെ എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്ന് എഴുതിയാലും മതി. അപ്പൊ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 36ൽ 6. അപ്പൊ നമുക്ക് π/6 തന്നെ എന്നുള്ള ആൻസർ കിട്ടും. π/6 ഏത് രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്ന ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒന്നിന്റെ ഏരിയ π/6 ആയതുകൊണ്ട് ഇതും എത്രയായിരിക്കും? π/6. ഇതിന്റെ ഏരിയ, ഈ വെള്ളയുടെ ഏരിയ എത്രയായിരിക്കും? π/6. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഈ 3 പീസിന്റെ, ഐസ്ക്രീമിനെ പോലെയുള്ള 3 പീസിന്റെ ഏരിയ π/6 പ്ലസ് π/6 പ്ലസ് π/6. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടും നോക്കിയത്? 3π/6. കാരണം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ എഴുതിയാൽ മതി. ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് അംശങ്ങളെല്ലാം കൂട്ടിയിട്ട് ഛേദം എഴുതിയാൽ മതി. 3π/6 എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഷോർട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1/2 പൈ അല്ലെങ്കിൽ π/2 എന്ന് പറയുന്നത് കിട്ടും. കാരണം എന്താ? 3/6ൽ 2 ടൈംസ്. അപ്പൊ ആൻസർ π/2. അപ്പൊ ഈ 3 വൈറ്റ് കളറുള്ള ഈ പോർഷന്റെ ഏരിയ π/2 കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം കിട്ടിയത് എത്രയാണ്? ആദ്യം കിട്ടിയത് നമുക്ക് കിട്ടിയത് എത്രയാണ്? √3 ആണ് നമുക്ക് കിട്ടിയത്. ഏതിന്റെ ഏരിയ? ഈ ട്രയാങ്കിളിന്റെ ഫുൾ ഏരിയ. അതിൽ നിന്ന് നമ്മൾ എത്ര സബ്ട്രാക്ട് ചെയ്താൽ മതി? π/2 എന്ന് പറയുന്ന ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ കളർ കൊടുത്തിട്ടുള്ള ഈ ഷേപ്പിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ നമ്മളുടെ റിക്വയർഡ് ഏരിയ ഞാൻ മുകളിൽ എഴുതാം. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് റിക്വയർഡ് ഏരിയ. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട പരപ്പളവ്, അതായത് കളേർഡ് പാർട്ടിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ഏതിന്റെ ഏരിയ? 3 ഇതുപോലെ ഉള്ളതിന്റെ ഏരിയ. ഈ 3 ഇങ്ങനെയുള്ളതിന്റെ ഏരിയ മനസ്സിലായില്ലേ? 3 ഇങ്ങനെയുള്ള ഈ ത്രികോണത്തിന്റെ ഏരിയ പരപ്പളവ് നമുക്ക് എത്ര കിട്ടിയത്? √3 മൈനസ് ഈ 3 എണ്ണത്തിന്റെയും കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? π/2. 3π/6 എന്ന് എഴുതിയിട്ടുണ്ട്, അത് π/2. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത്? √3 മൈനസ് π/2 സ്ക്വയർ സെന്റിമീറ്റർ. അതാണ് ഇതിന്റെ ഏരിയ. √3 മൈനസ് π/2 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നിങ്ങൾക്ക് ഇത് ഡെസിമലില് അപ്രോക്സിമേറ്റ് വാല്യൂ, ഏകദേശ പൈയുടെ വില എടുത്തിട്ട് എഴുതണമെങ്കിൽ പൈക്ക് നിങ്ങൾ എത്ര കൊടുത്താൽ മതി? 3.14 എന്ന് കൊടുത്താൽ മതി. പൈയുടെ വില 3.14 ഇട്ടിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു ഏകദേശ വില വെച്ചിട്ട് ഉള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സിംപ്ലിഫൈ ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി പൈയുടെ വില നിങ്ങൾക്ക് ഫ്രാക്ഷൻ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഏകദേശം വില അപ്രോക്സിമേറ്റ് വാല്യൂ 22/7 വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈനെ കട്ട് ചെയ്തിട്ട് നമ്പറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലെങ്കിൽ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്താണ്? √3 മൈനസ് π/2 സ്ക്വയർ സെന്റിമീറ്റർ. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ഐഡിയ. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ അറിയുന്ന ആശയങ്ങളെ വെച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു മനസ്സും അത് ചെയ്യാനുള്ള ക്ഷമയുമാണ് മാത്തമാറ്റിക്സ് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. അത് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.